പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ പുതിയ വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിമഹത്വകരമായതൊന്ന്, ഈ വർഷത്തിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ആമേൻ. 2025 ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ നടത്തിപ്പ്, ആമേൻ, നമ്മുടെ പ്രാണന മരണത്തിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചകളിൽ നിന്നും, ആമേൻ, എന്തിനു പറയുന്നു, നമ്മളെക്കാൾ ശ്രേഷ്ഠർ, നമ്മളെക്കാൾ ധനികർ, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ ബലമുള്ളവരെല്ലാം താളടിയായി പോയപ്പോൾ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആമേൻ. ഈ 2026 ജനുവരി മാസം 1-ാം തീയതി നിങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. ഇന്നത്തെ നിങ്ങളുടെ ലൈഫ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് പറയുന്നത്, എന്റെ ലൈഫ് ഗുഡ് ഫോർ നത്തിങ്, ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളോടുള്ള ദൈവശബ്ദം, എന്റെ ദൈവത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ വേണ്ടി പറ്റും. ആമേൻ. ഈ 2026 കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച നമ്മൾ ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ദൈവം ഈ 2026 തുടക്കം തൊട്ട് അവസാനം വരെ നിന്നെ അത്ഭുതകരമായി നടത്തും. പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും കണ്ണുനീരേശ് തുടച്ചു കളയും. അടുത്ത ഒരു മഹത്വകരമായ സീസൺ പല കുടുംബങ്ങളുടെ മേലും പല വ്യക്തികളുടെ മേലും അവൻ ദൈവം തുറന്നു തരുന്ന സീസൺ ആയിരിക്കും. 2026 പറ്റി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന ദൈവശബ്ദം ഇതാണ്: അനേകർ വാഗ്ദത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക് പ്രവേശിക്കുന്ന വർഷമായിരിക്കും. പ്രാർത്ഥിച്ചോ? ഒരുപാട് വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതുവരെ അതിന്റെ നിവർത്തി നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് തൊട്ട് ഉറപ്പോടുകൂടി വിശ്വസിക്കുക, എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, അതൊരുപക്ഷെ ദൈവവചനത്തിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ ദൈവദാസന്മാരിൽ കൂടെ ആയിരിക്കാം, ഒരുപക്ഷെ പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം. ആരുമാകട്ടെ, എവിടെ വെച്ചുമാകട്ടെ നീ ദൈവശബ്ദം കേട്ടത്, ആ ദൈവശബ്ദത്തിന്റെ പൂർത്തീകരണം, ഫിലിപ്പിയ ലേഖനം പറയുന്നത് പോലെ, നിങ്ങളിൽ ദൈവം നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവസാനം വരെ തികയ്ക്കുവാൻ എന്റെ ദൈവത്തിന് അറിയാം. അർത്ഥാൽ എന്റെ ദൈവം നിങ്ങളെ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ആൽഫയാണെങ്കിൽ ആ ദൈവം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒമേഗയും. ആമേൻ. ഇടയിൽ വെച്ച് എന്റെ ദൈവം നിങ്ങളെ വിട്ടേച്ചു പോകയില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഈ 2026 ഇവർ കാണട്ടെ. ആമേൻ. ഒരുപാട് കഷ്ടതകളിൽ കൂടെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ 2026 ഫേസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിലെല്ലാം ദൈവം മഹാത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നവരായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരത്ഭുതത്തിന്റെ സീസൺ ഈ ജനത്തിന് മുമ്പിൽ ദൈവം തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.
നമ്മുടെ ആത്മീയ കൂടിവരവുകൾ ഈ ചാനലിലൂടെ തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസവും ദൈവം അനുവദിക്കുന്ന പക്ഷം രാത്രി 7 മണിക്ക് ആമേൻ ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകളും പ്രൊഫറ്റിക്കൽ വേർഡും നമ്മൾ ഇവിടെ റിലീസ് ചെയ്യുന്നതാണ്. ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്തോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവപ്രവൃത്തികളുടെയും പുതിയ തുടക്കങ്ങളുടെയും കാരണങ്ങൾ പ്രൈസ് ദി ലോർഡ് ആയി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പായ കാര്യമാണ്. ആമേൻ. ഈ 2026 തുടക്കത്തിൽ ആമേൻ ഇങ്ങനെ ഒരു പ്രവചന ശബ്ദത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജുകൾ നമ്മൾ തുടങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവാചകനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ ഭാവിയുടെ പ്രവാചകനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അർത്ഥാൽ നിന്റെ ഭാവിയെ പറ്റി നീ എന്തു പറയുന്നു, വചനത്തോടുകൂടെ ദൈവത്തോടുകൂടെ നീ എന്തു പറയുന്നോ, ഈ 2026 അതു തന്നെ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: Let the weak say, I am strong. ബലഹീനൻ പറയട്ടെ, ഞാൻ ശക്തനാണ്. ആമേൻ. അർത്ഥാൽ അവന്റെ ശക്തി കൊണ്ടല്ല, അവന്റെ ബലം കൊണ്ടല്ല, അവനോട് കൂടെ ദൈവം ഉള്ളത് കാരണത്താൽ. ബലഹീനനാണെങ്കിലും ദൈവം ഉള്ളിടത്തോളം കാലം ആ വ്യക്തി ആമേൻ സ്ട്രോങ് ആയിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2026 ഏത് പ്രതിസന്ധികളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും, എത്ര വിഷയത്തിന്റെ നടുവിൽ കൂടി നിങ്ങൾ നടന്നുപോയാലും, അതൊരു പക്ഷേ പ്രൈസ് ദി ലോർഡ് പെരുവെള്ളമായിരിക്കാം, ആമേൻ തീച്ചൂളയായിരിക്കാം, എന്തുമാകട്ടെ, അതിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ട അനുഭവം കടന്നു വന്നാലും നിന്നോട് കൂടെ നിൽക്കുന്ന ദൈവമുണ്ടാകും. ആമേൻ. ഈ വേർഡിനെ നിങ്ങൾ നോട്ട് ചെയ്തോ. 2026 ഈ വേർഡിനെ നിങ്ങൾ മറന്നു പോകരുത്. എത്ര വിഷയത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയാലും അവിടെ നിന്നെ പരിപാലിക്കുവാനും അവിടെ നിന്നെ സംരക്ഷിക്കുവാനും വേണ്ടി ദൈവം ഇറങ്ങി വരും. ഒരു വാക്കുപോലും നിങ്ങളുടെ നാവിൽ ഈ 2026 നെഗറ്റീവായി കടന്നു വരരുത്. സദൃശവാക്യം പറയുന്നത് പോലെ ജീവനും മരണവും അത് മനുഷ്യന്റെ നാവിലാണ് ഇരിക്കുന്നത്. ആമേൻ. അവർ എന്ത് പറയുന്നോ അതിന്റെ ഫലം അനുഭവിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ 2026 തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നീ പ്രവചിക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ വഴിതെറ്റി നടക്കുകയായിരിക്കാം. അതെ, നിങ്ങൾ ഫിനാൻഷ്യലി വലിയ സ്ട്രഗിളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. കടം വന്ന് മൂടി ഓരോ ദിവസവും എഴുന്നേറ്റു വരുന്നത് ഈ ചിന്തയോടെ ആയിരിക്കും. ഇന്ന് പകൽക്കാലം ആരാണ് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് വിഷയമുണ്ടാക്കുന്ന അത്രയധികം വിഷയത്തിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ ഉറപ്പോടുകൂടി പറയണം, എന്നോട് കൂടെയുള്ളത് ദൈവമാണ്, ഈ വിഷയത്തെ ഞാൻ ജയിച്ചിരിക്കും. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന പദം ഖയോസ് എന്നാണ്, കൺഫ്യൂഷനാണ്, ആകെ ആശയക്കുഴപ്പമാണ്. എന്നാൽ അതിന്റെ നടുവിലാണ് വചനം കടന്നു വരുവാനിടയായി തീർന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ. ഖയോസ് മാറി, അവിടെ ജീവൻ വ്യാപരിച്ചതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഈ വർഷം എത്ര വിഷയം നിങ്ങൾ ഫേസ് ചെയ്താലും, എത്ര ഖയോസിന്റെ നടുവിൽ നിങ്ങൾ ആയിരുന്നാലും, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനത്തെ പറക. തളർന്നു പോകരുത്, പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി ബാക്കപ്പായ ദൈവം നിന്നോട് കൂടിയിരിക്കും. ഇത് പറയുമ്പോൾ
എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടി ആയിരിക്കും അത്. ആമേൻ. നിങ്ങൾ വചനം പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു ഉദാഹരണം പറയാം. 35 ലക്ഷം കടന്നു വരുന്ന ഇസ്രയേൽ ജനത്തെ മോശം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ മുൻപിൽ വെളിപ്പെട്ടത് വലിയ പ്രതിസന്ധിയാണ്, ചെങ്കടലാണ്. പുറകിൽ കടന്നു വന്ന ഫറവോന്യ സൈന്യമാണ്. 2 ഭാഗത്തും വലിയ മലകളാണ്. അവൻ എന്റെ ദൈവം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ വിഷയത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മളുടെ മുമ്പിൽ വെളിപ്പെട്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെട്ടു പോകും. കറക്റ്റ് അല്ലേ? എനിക്കറിയാം, ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വലിയ വിഷയത്തിന്റെ നടുവിൽ ഭാരത്തോടും കരച്ചിലോടും കൂടെയൊക്കെയാണ് പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെട്ടു പോകും, നോർമലാണ്. എന്നാൽ ദൈവം പറയുന്നത്, മോശേ നീ മിണ്ടാതിരുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ വേണ്ടി പോകുകയാണ്. ഇന്നു കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണുകയില്ല. ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. 2025 നീ കണ്ട വിഷയങ്ങൾ ഇനി കാണുകയില്ല. ആമേൻ. റോലാബ ശംതൽ പ്രബാലകടകസി അത് സംഭവിക്കുകയാണ്. ആമേൻ. ആ കടം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അവൻ ആ മക്കളെ പറ്റിയുള്ള ഭയം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ഈ സീസണിൽ നിങ്ങൾ ദൈവത്തോടു കൂടി ചലിക്കാൻ ആഗ്രഹിച്ചാൽ ദൈവം നിന്നോട് കൂടെ നിൽക്കും. ആമേൻ. ആ വിഷയങ്ങളുടെ മേൽ നിങ്ങൾ അത്ഭുതകരമായി പുറത്തു വരും. മോശയുടെ മുമ്പിൽ വലിയ വിഷയമായിരുന്നു. ദൈവം പറയുന്നത് നിങ്ങൾ വിഷയങ്ങളിലേക്ക് നോക്കരുത്. ആമേൻ. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രവചന ശബ്ദം എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: 2026 ഞാൻ വിഷയങ്ങളിലേക്ക് നോക്കുകയില്ല, ഞാൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കും. അവിടെ നിന്റെ അത്ഭുതം തുടങ്ങുകയാണ്. ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ദൈവ മനുഷ്യൻ ഭയപ്പെട്ടില്ല. ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്കിൽ മോശ വിശ്വസിച്ചു. ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ പുറമെയുള്ള വ്യക്തികൾ പറയുന്ന വാക്കുകളെക്കാളധികമായി അവൻ തങ്ങളെ കൊല്ലുവാൻ കടന്നു വരുന്ന ഫറവോനെ സൈന്യത്തെ നോക്കാതെ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച മോശയുടെ ജീവിതത്തിൽ അവർ കണ്ടത് എന്താണെന്നറിയാമോ? ആ ചെങ്കടൽ 2ആയി വിഭജിച്ച് മാറിപ്പോകുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളോടുള്ള ദൈവിക ദൂതും ഇതാണ്. വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ വിഷയങ്ങളെ കളധികമായി ദൈവമുഖത്തേക്ക് നോക്കുക. ആ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറിപ്പോകുന്നത് ഈ സീസണിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തിന്റെ വടിയെടുത്ത മോശ ചെങ്കടലിന് നേരെ അവൻ നീട്ടുവാനിടയായിത്തീർന്നു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തിൽ എന്ന രീതിയിൽ മോശ അപ്പുറം കിടക്കുവാനിടയായിത്തീർന്നു. പ്രിയരെ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവാചകനായി മാറാൻ പറ്റും. അർത്ഥാൽ ദൈവത്തോടുകൂടി ഈ സീസണിൽ നിങ്ങൾ നിൽക്കാൻ പറ്റുമെങ്കിൽ അതിമഹത്വകരമായി നിന്റെ ഭവനത്തിന്റെ മേൽ എന്റെ ദൈവം തുറന്നു തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ആമേൻ. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വഴി ദൈവം തുറക്കണമേ. 2025 വലിയ വിഷയങ്ങളിൽ കൂടി കടന്നുപോയവരുണ്ട്.
എന്നാൽ ഈ 2026 ഇവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവം മഹത്വം അനുഭവിക്കുന്ന ഒരു സീസണാക്കി ദൈവം തീർക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മളുടെ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിമഹത്തായത് എന്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. God bless you all.